ഷവർമ ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഷവർമ നമുക്ക് പല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയ ഷവർമ റെസിപ്പി ഞാനൊരു കോൺടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന്. ആദ്യം തന്നെ കുബൂസ് റെഡിയാക്കിയെടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് 10 മിനിറ്റ് മാറ്റി വെക്കാം. 1 കപ്പ് മൈദ ഒരു ബൗളിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ചെയ്യണം. എന്നിട്ടത് 2-3 മണിക്കൂർ മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 5 ബോൾസ് കിട്ടും. 1 കപ്പ് മൈദക്ക് നമുക്ക് 5 കുബൂസ് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. ഇനി ഓരോ കുബൂസും പാനിലോട്ടിട്ട് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. റെഡിയായ കുബൂസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഷവർമയിലോട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. 3 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും ഓപ്ഷനിലാണ്. അതും കൂടെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 2 പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും ഒലിവ് ഓയിലും കൂടെ ചേർത്ത് 250 ഗ്രാം ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ഷവർമ സോസിലും കുബൂസിലും എല്ലാത്തിലും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ മസാലകളുടെ അളവ് 250 ഗ്രാം ചിക്കനിലോട്ടുള്ളതാണ്. എല്ലാം 1/2 ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട. ഇനി ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓവനിൽ വെച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഓവൻ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടായിന്ന് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനും ഇവിടെ പാൻ ഫ്രൈ ചെയ്യുന്നത് കാണിക്കുന്നത്. നമുക്ക് പാൻ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അത് ഷാലോ ആയിട്ട് അധികം ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചൂടായ പാനിൽ ഓയിൽ ഒഴിച്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹോം മെയ്ഡ് ഫ്രൈസാണ്. ഹോം മെയ്ഡ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത്. ഷവർമയിലോട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന ഗാർലിക് സോസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സോസാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോസാണ്. കാരണം ഇതിൽ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. 1 പൊട്ടാറ്റോ, 2 വെളുത്തുള്ളി, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ തഹീനി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ബ്ലെൻഡറിലിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കാം. ഇനി ഷവർമ റോൾ ചെയ്തെടുക്കാം. കുബൂസിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സോസ് ആഡ് ചെയ്യാം. സോസ് നന്നായി സ്പ്രെഡ് ചെയ്ത ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പിക്കിൾഡ് കുക്കുംബർ, അതായത് ഉപ്പിലിട്ട് വെച്ച കുക്കുംബറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇനി ഫ്രൈസും പിന്നെ കുറച്ച് ലെറ്റൂസും ആഡ് ചെയ്ത് ആവശ്യത്തിന് സോസും കൂടെ ചേർത്ത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റുള്ള ഷവർമ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ഈസി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.